മതനിരപേക്ഷതയെ തകർത്ത ന്യൂനപക്ഷങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെയും തകർത്തും പിടിച്ചടക്കിയും തീവ്രവർഗീയതയിലൂടെ രാജ്യത്തെ കേരളമെന്ന വാക്കോ ഇല്ല. എല്ലാരും എവിടെ സീറ്റ് കുത്തകകൾക്ക് വാരിക്കോരി ഇറക്കി വിട്ടിരിക്കുക കോഴിക്കോട് അല്ലേ? അങ്ങനല്ലേ വിജയേ? ഒരു ചട്ടിയൊക്കെ ആയി യാചിക്കുക ഞങ്ങൾക്ക്. ഇവർ മനസ്സിലാക്കേണ്ടത്, ഇവരവിടെ ഇരുത്തിയോല അങ്ങനെ പറഞ്ഞാലും ഇവർ മനസ്സിലാക്കേണ്ടത് 2016 വരെ ഒരാശാപ്രവർത്തകർക്ക് സംസ്ഥാനം കൊടുത്തിരുന്ന ഓണററി എത്രയാണ് അറിയോ? 1000 രൂപയാണ്. എത്രയുണ്ടോ? 2000 രൂപ കേന്ദ്രവും, പിന്നെ ഇൻസെൻറ്റീവ് കിട്ടിയെങ്കിൽ കിട്ടി അല്ലേ? ഇപ്പം അങ്ങനെ അല്ല. 7000 രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നു, 60% എന്ന് പറയുന്ന കേന്ദ്രം 2000 രൂപ കൊടുക്കുന്നു, ഇൻസെൻറ്റീവ് വേറെ കിട്ടും അല്ലേ? കേരളത്തിലെ ഒരു ആശാപ്രവർത്തകയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 13,200 രൂപയൊപ്പം കിട്ടും. പോരാ അല്ലേ? അവരുടെ പേര് തൊഴിലാളി എന്നല്ല, അവരുടെ പേരെന്താ? സാമൂഹ്യ പ്രവർത്തകരാണ്. അതിന് കൊടുക്കുന്ന ഓണററിയാണ്. അങ്ങനെയല്ല പേരിട്ടിട്ടുള്ളത്. ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പം മറ്റുള്ള കൊണ്ട് ചെയ്യിക്കുന്നത്, നിങ്ങൾ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും എടുത്ത് പരിശോധിക്കും ആണല്ലോ അല്ലേ? ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുന്നു. ഓരോ സ്റ്റേറ്റിലും ആശാപ്രവർത്തകർക്ക് ആ സ്റ്റേറ്റ് കൊടുക്കുന്ന ഓണററി എത്രയും എല്ലാം ചേർത്ത് അല്ലേ? ഗുജറാത്ത് കിട്ടുന്നത് 3200, ഉത്തർപ്രദേശിൽ അത്ര. തൊട്ടടുത്തില്ലേ ഇരുത്തിയല്ല പാർട്ടി ഭരിക്കുന്നത് കർണാടക, അവിടെ എത്രയും കൊടുക്കുന്നു? 5000 രൂപയുടെ മീതുണ്ടോ വിജയ? ഇല്ല. ഞാൻ അതിലേക്ക് കിടക്കില്ല. അവർ ചെയ്യുന്ന ചില ഏർപ്പാട് പറഞ്ഞതാ. അംഗനവാടിക്കാർക്ക് 60% കൊടുക്കേണ്ട കേന്ദ്രമല്ലേ അല്ലേ? എത്രയും കൊടുക്കുന്നത്? അവർക്ക് ആകെ 13,000 കിട്ടുന്നത്. അതിൽ 10,300 രൂപയും കേരള സംസ്ഥാന ഗവൺമെൻറ്റാണ്. 2,700 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് 60%.